ഫ്രഞ്ച് സാഹിത്യത്തിൻ്റെ പണ്ഡിതനും അഭിഭാഷകനും ജേർണലിസ്റ്റുമായ വാഴ്ത്തപ്പെട്ട ഫ്രെഡറിക് ഓസാന. ഏറ്റവും പ്രത്യേകമായിട്ട് ഈ വിശുദ്ധ വ്യക്തിത്വം അറിയപ്പെടുന്നത് വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ സ്ഥാപകൻ എന്നാണ്. വാഴ്ത്തപ്പെട്ട ഫ്രെഡറിക് ഓസാനാമിൻ്റെ ജീവിതത്തിലേക്ക് നമുക്ക് ഇപ്പോൾ കടന്നു ചെല്ലാം. ഇറ്റലിയിലെ മിലാനിലാണ് വാഴ്ത്തപ്പെട്ട ഫ്രെഡറിക് ഓസാനാം ജനിക്കുന്നത്. അന്നത്തെ കാലഘട്ടം അനുസരിച്ച് ക്രിസ്തീയ വിശ്വാസത്തിന് വളരെയേറെ പ്രതിസന്ധികൾ അനുഭവപ്പെട്ടിരുന്ന ഒരു കാലമാണ്. ഫ്രാൻസിലൊട്ടാകെ, ഇറ്റലിയുടെ സമീപ പ്രദേശങ്ങളാണ്, നിരീശ്വരവാദം കൊടികുത്തി വാണിരുന്നു. പക്ഷെ അന്ന് ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ചിരുന്ന ഏതാനും കുടുംബങ്ങളിൽ ഒന്നാണ് ഫ്രെഡറിക് ഓസാനാമിൻ്റെ കുടുംബം. ഇവർ കുടുംബപരമായിട്ട് പാരൻസ് പണ്ട് ജൂത കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു. പിന്നീടാണ് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നത്. ഇവരുടെ പിൻതലമുറയിൽ ഒത്തിരിയേറെ സയൻറ്റിസ്റ്റുകളുണ്ട്, മാത്തമാറ്റീഷ്യൻസ് ഉണ്ട്, ഗണിതശാസ്ത്രജ്ഞന്മാർ, അങ്ങനെ അറിയപ്പെടുന്ന പ്രഗത്ഭരൊക്കെ ഉള്ള കുടുംബമാണ്. ഫ്രെഡറിക് ഓസാനാമിൻ്റെ അപ്പൻ ഷോൺ ആൻ്റൺ ഓസാനാം, അമ്മ മരിയാൻ ആൻഡേഴ്സ്. അപ്പൻ ഷോൺ അന്ന് സൈന്യത്തിലെ അംഗമായിരുന്നു, നെപ്പോളിയന് വേണ്ടി യുദ്ധം ചെയ്യുകയായിരുന്നു. യുദ്ധരംഗത്ത് ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിതല്ല വഴിയെന്ന് തോന്നി അതിൽ നിന്ന് റിസൈൻ ചെയ്യുകയാണ്. പിന്നെ ജീവിതമാർഗം തേടുകയാണ്. പട്ടുവസ്ത്ര വ്യാപാരം നടത്തി. അത് എന്ത് കാശാണോ അതിൽ നിന്നെല്ലാം ലഭിക്കുന്നത്, ഈ അപ്പൻ്റെ പ്രത്യേകത, അതെല്ലാം ദരിദ്രർക്ക് ദാനം ചെയ്യും. വീണ്ടും ജീവിതമാർഗമായിട്ട് ഫ്രഞ്ച് ഭാഷ പഠിച്ചു. ഫ്രഞ്ച് ഭാഷ മറ്റുള്ളവരെ പഠിപ്പിച്ചു, ടീച്ചിങ്. അപ്പോൾ കിട്ടിയ കാശ് ഇതുപോലെ ചിലവഴിച്ചു. പിന്നീട് ഷോൺ ആൻ്റൺ ഡോക്ടറായി തീർന്നു. ഡോക്ടറായി തീർന്നിട്ട് പാവങ്ങൾക്ക് വേണ്ടി സദാസേവനം. തൻ്റെ വീട്ടിൽ ദരിദ്രർ, ഒന്നുമില്ലാത്തവരൊക്കെ വരികയാണ്. അവരൊക്കെ ശുശ്രൂഷിക്കുന്നത് മകൻ ഫ്രെഡറിക് ഓസാനാം കാണുന്നുണ്ട്. കിട്ടുന്ന ശമ്പളത്തിൻ്റെ 1/3 ഭാഗം പാവങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു. ഈ അവസരത്തിൽ ഇവർ മിലാനിലാണ് താമസിച്ചത്. പല സ്ഥലങ്ങളിലും മാറി മാറി താമസിച്ചു. സാമ്പത്തിക മാർഗം തേടി തേടി അവസാനം മിലാനിലെത്തി. അവിടെ വെച്ചാണ് മകൻ ഫ്രെഡറിക് ഓസാനാം ജനിക്കുന്നത്. ഇവരുടെ ഭക്തരായ മാതാപിതാക്കളുടെ പരിശീലനത്തിൽ നല്ല മകനായിട്ട് വളർന്നു വരികയാണ്. നല്ല വിദ്യാഭ്യാസം കൊടുത്തു. മികവുള്ള കുട്ടിയായിരുന്നു. 13 വയസ്സായപ്പോഴാണ് ആദ്യ കുർബാന സ്വീകരണം നടന്നത്. ആ കാലഘട്ടങ്ങളിലെല്ലാം വിശ്വാസത്തിൻ്റെ എല്ലാ പാഠങ്ങളും നന്നായിട്ട് ആഴത്തിൽ പഠിച്ചു ഉറപ്പിച്ചു. അന്നത്തെ ഒരു പ്രത്യേക രീതിയാണ് കർത്തൂസ്യൻ ചിന്താഗതി, തത്വചിന്ത. അതിൻ്റെ പ്രത്യേകത ഗണിതശാസ്ത്രജ്ഞന്മാരുടെയും മറ്റ് ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെയും എല്ലാം എഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ പുതിയ തത്വചിന്തകളാണ്. വളരെ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. എല്ലാറ്റിനും കാര്യകാരണ സഹിതം മുന്നോട്ട് പോയി. ഈ കാര്യങ്ങളും ഈ വിഷയങ്ങളെല്ലാം വളരെ ആഴത്തിൽ ഫ്രെഡറിക് പഠിച്ചു. അപ്പോഴേക്കും 16 വയസ്സായി. പിതാവ് പറഞ്ഞു, ഇനി വക്കീൽ പഠിക്കാൻ, നിയമം പഠിക്കാനായിട്ട് പോകാം. അപ്പം അപ്പൻ്റെ ആഗ്രഹപ്രകാരം നിയമപഠനത്തിനായിട്ട് പോവുകയാണ്. ആ കാലഘട്ടത്തിലുള്ള മറ്റൊരു പ്രത്യേകത, അവിടെ സിമോണിയൻ മതവിരോധികൾ അവിടെ പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന എല്ലാ മതവിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യും. സിമോണിയർ അവർ പറഞ്ഞിരിക്കുന്ന തത്വം ഇതാണ്. അവരെല്ലാവരെയും വളരെ വശീകരിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ നാൽക്കവലകളിലെല്ലാം ചെയ്യുകയാണ്. പ്രസംഗത്തിൻ്റെ വിഷയം ഇതാണ്: പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലോകം വികസിക്കണമെങ്കിൽ ശാസ്ത്രം വേണം, സാമൂഹ്യം വേണം. സമ്പത്തിനെ ആശ്രയിച്ചാണ് ലോകം വികസിക്കുക, അത് മാത്രം മതി. കുറേ മനുഷ്യർ മതത്തെ ആശ്രയിക്കുന്നു, അത് വേണ്ടേ വേണ്ട. അപ്പോൾ ഇവിടെയാണ് അവരുടെ തെറ്റ്. ആത്മീയത വേണ്ട, ഭൗതികത മാത്രം മതി എന്ന് പറഞ്ഞ് യുവജനങ്ങളെയെല്ലാം വഴിതെറ്റിക്കുകയാണ്. ഈ പ്രസംഗം ഫ്രെഡറിക് ഓസാനാം കേട്ടു. അപ്പം അന്ന് വിശ്വാസത്തിൽ ആഴപ്പെട്ട ഫ്രെഡറിക്കിൻ്റെ മനസ്സ് ആകെ വിഷമത്തിലായി. അന്ന് രാത്രി മുഴുവനും ചിന്തിച്ചു, ഈശോയോടുള്ള സ്നേഹത്താൽ കത്തിജ്വലിച്ചു. അപ്പോൾ അവർ പേപ്പർ ഇറക്കിയിട്ടുണ്ട്. മറ്റ് വിശ്വാസമില്ലാത്ത നിരീശ്വരവാദികൾ ഗ്ലോബൽ എന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പർ ഇറക്കുന്നുണ്ട്. അപ്പം ഫ്രെഡറിക് ഓസാനാം വിചാരിച്ചു, ഞാനൊരു ലഘുലേഖ ഇറക്കിയിട്ട് അതിൻ്റെ മുഖപത്രമായിട്ട് ഈ
പേപ്പറിലേക്ക് കൊടുക്കാം, അവരത് എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി ഇരുന്ന് മുഴുവൻ പ്രാർത്ഥിച്ച് ഷോയെ ഞാൻ എന്താ എഴുതണ്ടേ എന്ന് അങ്ങനെ ഓർത്ത് വിശ്വാസത്തെക്കുറിച്ച് ഒരു ലേഖനം എഴുതി മുഖപത്രമായിട്ട് കൊടുത്തു. അവരത് സ്വീകരിച്ചുമില്ല, പേപ്പറിൽ കൊടുത്തുമില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? വീണ്ടും ഒത്തിരിയേറെ ലഘുലേഖകൾ അച്ചടിച്ചിട്ട് അത് മുഴുവൻ ആ സ്ഥലങ്ങളിലെല്ലാം കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. അങ്ങനെയാണ് ഫ്രെഡറിക് ഓസാനാമിൻ്റെ കഴിവ്, എഴുതാനുള്ള കഴിവ്, സാഹിത്യത്തിൻ്റെ അഭിരുചി ഏറ്റവും ആദ്യം പ്രകടമാകുന്ന ഒരു രംഗം. തുടർന്നാണ് ഫ്രെഡറിക് നിയമപഠനത്തിനായിട്ട് പുറപ്പെടുന്നത്. കോളേജിലേക്ക് ചേർന്നു. കോളേജിൽ ചേർന്നപ്പോൾ ഇതിലും കഷ്ടം അവസ്ഥ. അവിടെ ആൻറ്റി ക്ലെറിക്കലിസം എന്ന് പറഞ്ഞാൽ അന്ന് സഭയിലെ ക്ലർജിയിലുള്ള പ്രമുഖ വ്യക്തികൾക്കൊക്കെ പൊളിറ്റിക്സിലും സ്വാധീനമുണ്ടായിരുന്നു. അപ്പോൾ സഭ രാഷ്ട്രീയത്തിലും സ്വാധീനം ചെലുത്തിയിരുന്ന ആത്മീയ മൂല്യങ്ങൾക്ക് അവിടെയും സ്വാധീനമുള്ളൊരു കാലഘട്ടമായിരുന്നു. അതിനെതിരായിട്ടുള്ള ഒരു ചിന്താഗതിക്കാരാണ് ഇവർ. അപ്പോൾ നിയമപഠനത്തിന് ക്ലാസ്സിൽ വന്നപ്പോൾ കുട്ടികളെല്ലാം, കൂടെ പഠിക്കുന്നവരെല്ലാം വിശ്വാസത്തിനെതിര്, താൻ മാത്രം, തന്നെ പോലെ കുറച്ച് പിള്ളേർ മാത്രം വിശ്വസിക്കുന്നവർ. അപ്പോൾ ഉള്ളിലൊരു വിഷമം, എന്ത് ചെയ്യും, പഠിക്കാൻ തുടർന്ന് പോകണോ? അങ്ങനെ വിഷമിച്ച് ക്ലാസ്സെല്ലാം കഴിഞ്ഞ് പുറത്തിങ്ങനെ നടക്കുകയാണ്. നടന്ന് അടുത്തുള്ള ഒരു പള്ളിയിലേക്ക് കയറി. പള്ളി കയറിയപ്പോൾ അവിടെ ഒരമ്മ കുഞ്ഞിനെ പിടിച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉള്ളിൽ വിചാരിച്ചു, ഈ അമ്മയ്ക്കും കുഞ്ഞിനൊക്കെ ഒരു അഭയസ്ഥാനം ഇവിടെയാണല്ലോ. അതുപോലെ തന്നെ നോക്കിയപ്പോൾ വേറൊരാൾ അവിടെ പ്രാർത്ഥിക്കുന്നു, കമന്ന് കടന്ന് അവിടെ പ്രാർത്ഥിക്കുകയാണ്. ആരാ ഇത് ഈ പ്രാർത്ഥിക്കണത്? നോക്കിയപ്പോൾ തൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു സയൻറ്റിസ്റ്റാണ്, ഒരു മാത്തമാറ്റീഷ്യനാണ്, ഗണിതശാസ്ത്രജ്ഞനാണ്, ഭൗതിക ശാസ്ത്രജ്ഞനാണ്. നമുക്കെല്ലാം പരിചയമുള്ള ആംപിയർ, പഠിക്കുന്ന കുട്ടികൾക്കറിയാം, പഠിച്ചവർക്കറിയാം. ഭൗതിക ശാസ്ത്രത്തിൽ ഇപ്പോൾ കറണ്ട് ഉപയോഗിക്കുന്നവർക്കറിയാം, കറണ്ടിൻ്റെ യൂണിറ്റായ കറണ്ടിൻ്റെ യൂണിറ്റിന് ആംപിയർ എന്ന് കൊടുത്തത്, കറണ്ടിന് ആംപിയർ എന്ന യൂണിറ്റ് പേര് കൊടുത്തത് ഈ ശാസ്ത്രജ്ഞൻ്റെ പേരിലാണ്. ഇലക്ട്രോ മാഗ്നറ്റിസം കണ്ടുപിടിച്ചത് ഈ ശാസ്ത്രജ്ഞനാണ്. കറണ്ടും മാഗ്നറ്റും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ച് അവ തമ്മിലുള്ള പരസ്പര ബന്ധം, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ കണ്ടുപിടിച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ആംപിയർ എന്ന് നമ്മൾ ഇന്നും പഠിക്കുന്ന തലമുറ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശാസ്ത്രജ്ഞനാണ് പള്ളിയിൽ വന്ന് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടത്. പള്ളിയിൽ നിന്ന് ആംപിയർ എഴുന്നേറ്റ് പോന്നപ്പം കൂടെ പോന്നു. തൻ്റെ ബന്ധു കൂടിയാണ് ആംപിയർ. അപ്പോൾ തൻ്റെ വിഷമം ഫ്രെഡറിക് ശാസ്ത്രജ്ഞനോട് പറഞ്ഞു. ശാസ്ത്രജ്ഞനും മനസ്സിലായി ഫ്രെഡറിക് ആകെ വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന്. ആംപിയർ ചോദിച്ചു, എന്ത് പറ്റി ഫ്രെഡറിക്? അപ്പോൾ തൻ്റെ സങ്കടമെല്ലാം പറഞ്ഞു. പേടിക്കണ്ട, ഇതാണ് നമുക്കുള്ള ആശ്രയം, ഈ ദൈവമാണ്, നീ പേടിക്കണ്ട, എന്നും ഇവിടെ വരിക. അന്നു മുതൽ തന്നിൽ ഈശോയോടുള്ള സ്നേഹം ഒന്നും കൂടി ആഴത്തിലായി. എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കും, ദിവ്യകാരുണ്യ ഈശോയോട് ഭക്തി കൂടി, പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ വളർന്നു. അപ്പോൾ ഉള്ളിലൊരു ധൈര്യമായി. ചങ്കൂറ്റത്തോടു കൂടെ വീണ്ടും ക്ലാസ്സിലേക്ക് പോയി, നിയമപഠന ക്ലാസ്സിലേക്ക് പോയി. ക്ലാസ്സിൽ ചെന്നപ്പം ക്ലാസ്സിൻ്റെ അവസ്ഥ പണ്ടത്തെ പോലെ തന്നെ. അധ്യാപകർ പോലും, ചില അധ്യാപകർ, മിക്ക അധ്യാപകരും ദൈവവിശ്വാസമില്ലാത്തവരാണ്. അവർ ദൈവവിശ്വാസികളെ ഇരുന്ന് പരിഹസിക്കുക, ഈശോ കർത്താവ് അല്ലെങ്കിൽ ഏത് മതമായാലും അതിനെല്ലാം പരിഹസിക്കുന്ന ഒരു വർത്തമാനമാണ് അവിടെ കേൾക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ ഉടനെ ഫ്രെഡറിക് ഓസാനാം കുറച്ച് കൂട്ടുകാരെ കൂട്ടുപിടിച്ചിട്ട് പറഞ്ഞു, ഇവർ ചോദിക്കുന്ന വിശ്വാസികളായ കൂട്ടുകാരോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, കത്തോലിക്ക സാക്ഷ്യ സംഘടന എന്നുള്ളൊരു സംഘടന രൂപീകരിക്കാം. ആരൊക്കെ ഉണ്ട് എൻ്റെ കൂടെ? കത്തോലിക്ക സാക്ഷ്യ സംഘം. നമ്മുടെ ദൗത്യം ഇതാണ്, നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുക, നമുക്കെതിരായിട്ട് വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുക, നമ്മെ അവഹേളിക്കുന്നവരോട് എന്തിനെന്നവരോട് ചോദിക്കുക, അത് സ്നേഹത്തിലും സമാധാനത്തിലും ആകണം. അങ്ങനെ ധൈര്യത്തോടു കൂടെ കുറേ ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി. ഇവർ കുറേ സാറുമാരോ അല്ലെങ്കിൽ കുട്ടികളോ ക്ലാസ്സിൽ വിശ്വാസത്തിനെതിരായിട്ട് എന്തൊക്കെയാണോ പറയുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ട് ഇതിനൊരു ഉത്തരം താ എന്ന് പറഞ്ഞ് അവർ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യും.
ഇങ്ങനെ ഇവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഈ കുട്ടികൾ, ഈ ഫ്രെഡറിക് ഓസാനാമോവും ഇവരുടെ ഈ സംഘത്തിൽപ്പെട്ടവരും ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും ഉത്തരമില്ലാതെ ഇവരുടെ കാര്യങ്ങളെല്ലാം അർത്ഥമില്ലാത്തതാണ്, സത്യമില്ലാത്തതാണെന്ന് അവർക്ക് നിരീശ്വരവാദികൾക്ക് തോന്നി അവർ പതുക്കെ അവരുടെ പദ്ധതി പതുക്കെ അടങ്ങിത്തുടങ്ങി. ഈ കാലഘട്ടത്തിൽ അവിടെ പാരീസിൽ പ്ലേഗ് പടർന്നു പിടിക്കുകയാണ്. അപ്പോൾ കോളേജിലുള്ള കുട്ടികളെല്ലാവരും പഠനം നിർത്തി അവരവരുടെ വീട്ടിലേക്ക് പോയി. ഫ്രെഡറിക് ഓസാനാമും കുറച്ച് കൂട്ടുകാരും ഈ സംഘത്തിലുള്ളവരും, ഇവർ കുറേ സംഘം, നല്ല വ്യക്തിത്വ സംഘം, അതുപോലെ തന്നെ സുവിശേഷ സത്യങ്ങളുടെ പ്രചരണം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. ഈ സംഘം അവിടെ നിന്ന് പോയില്ല. എവിടെയൊക്കെയാണോ പ്ലേഗ് ഉള്ളത് അവിടെയെങ്കിലെല്ലാം ധൈര്യത്തോടു കൂടി അവരെല്ലാം പോയി ശുശ്രൂഷിച്ചു. മാത്രമല്ല ആ കാലഘട്ടങ്ങളിൽ പാരീസിലൊരു യുദ്ധവും കൂടി പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ആ യുദ്ധത്തിൽ ക്ലേശിക്കുന്നവരെ സഹായിക്കാനായിട്ട് ഇവർ തന്നെ ഇറങ്ങി. ഇവർക്കെല്ലാം ഇത് ചെയ്യാനായിട്ട് ഒരു മാതൃക അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അവിടെ ഒരു സന്യാസ സമൂഹം, സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി, ഉപവിയുടെ സഹോദരിമാർ, വിശുദ്ധ വിൻസെൻ്റ് പോള് സന്യാസിനികൾക്കായിട്ട്, സ്ത്രീകൾക്കായിട്ട് സ്ഥാപിച്ച ഒരു സഭയാണ്. അപ്പോൾ അവർ ഈ പ്ലേഗ് ബാധിച്ചവരെയൊക്കെ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നത് കണ്ടിട്ടാണ് ഇതെങ്ങനെ ശുശ്രൂഷിക്കേണ്ടതെന്ന് ഫ്രെഡറിക് ഓസാനാമും ഇവരും പഠിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, സിസ്റ്റേഴ്സിനാണല്ലോ ഇങ്ങനെ ഒരു സംഘടനയുള്ളത്, ഒരു സമൂഹമുള്ളത്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് യുവാക്കൾക്ക് മറ്റ് എല്ലാവർക്കും കൂടിയിട്ട് ഇതൊരു ചാരിറ്റിയുടെ ഒരു ചെറിയ ഒരു സമൂഹമാക്കാം. അങ്ങനെ അതിന് കോൺഫറൻസ് ഓഫ് ചാരിറ്റി എന്നൊരു പേരിട്ട് എവിടെയൊക്കെയാണ് ആവശ്യം അവിടങ്ങളിലെല്ലാം സഹായങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ പണ്ടത്തെ സിമോണിയർ ആ സംഘടന ഒരു പുതിയ അടവിറക്കി ഇവരോട് ഒരു ചോദ്യം സമൂഹത്തിലേക്ക് ഇടുകയാണ്. സിമോണിയർ ഈ പ്ലേഗ് ബാധിതരെ സഹായിക്കാനെന്ന വ്യാജേന വന്നിട്ട് ഒരു ചോദ്യം എല്ലാവർക്കുമായിട്ട് കൊടുക്കുകയാണ്. വിശ്വാസികൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്തു സ്നേഹം എന്ന് പറഞ്ഞ് കുറേ കാര്യമെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ചുണയുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്ന ഒരു സംഘടനയായിട്ട് ഇവരെ കാണുന്നില്ലല്ലോ, കാണട്ടെ. അപ്പം അത്ര സംഘടനയായിട്ട് അവരങ്ങോട്ട് രൂപപ്പെട്ടിട്ടില്ല. ഇവർ ചെയ്തെങ്കിലും അത്ര അറിയപ്പെട്ടിരുന്നില്ല. അവർ മറ്റാരെ അറിയിക്കേണ്ട, നമ്മൾ ആവശ്യമുള്ളവർക്ക് കൊടുക്കാം എന്നുള്ള ആ ഒരു ധാരണയിൽ ആത്മാർത്ഥതയോടെ ചെയ്തു മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഫ്രെഡറിക് ഓസാനാമിന് തോന്നിയത്, സാക്ഷ്യം വഹിക്കണമെങ്കിൽ പ്രസംഗങ്ങളും ലേഖനങ്ങളും എഴുത്തുകളും മാത്രം പോരാ, എന്ത് പ്രസംഗിക്കുന്നുവോ അത് കാണാനുള്ള ഒരു സംഘടന കൂടി രൂപപ്പെടുത്തണം, അറിയപ്പെടുന്ന സംഘടന. അങ്ങനെ ഒരു സൊസൈറ്റി ഓഫ് ചാരിറ്റി ആയിട്ട് അത് രൂപപ്പെടുത്തി. അങ്ങനെ 1833 വിൻസെൻ്റ് പോളിനെ മാതൃകയാക്കി വിൻസെൻ്റ് പോൾ സൊസൈറ്റി എന്നുള്ള സംഘടന രൂപം കൊണ്ടു. ഇന്നും എല്ലാ ഇടവകകളിലും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന വിൻസെൻ്റ് പോൾ സംഘടന സ്ഥാപിച്ചത് വാഴ്ത്തപ്പെട്ട ഫ്രെഡറിക് ഓസാനാമാണ്. അവരുടെ പ്രവർത്തനം മുന്നോട്ട് തുടർന്നു. അതിനിടയിൽ തന്നെ നിയമം പഠിക്കാനുള്ള ആ പഠനവും അവസാനിച്ചു. മാത്രമല്ല പഠനത്തിലും സാഹിത്യത്തിലും വളരെയേറെ ഇഷ്ടമുള്ള ഫ്രെഡറിക് ഓസാനാം സാഹിത്യത്തിലും ബിരുദം നേടുവാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ 1834 ബാച്ചിലർ ഓഫ് ലോ, 1836 ഡോക്ടറേറ്റ് ഓഫ് ലോ, 1838 ഡോക്ടറേറ്റ് ഓഫ് ആർട്സ്, അങ്ങനെ എല്ലാത്തിലും ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. ഇതിനുള്ളൊരു ആഗ്രഹം വരാനായിട്ട് കാരണം നിയമം പ്രാക്ടീസ് ചെയ്യുക മാത്രമല്ല, നിയമം പഠിപ്പിക്കുന്ന കോളേജിൽ പഠിപ്പിക്കാമെന്നുള്ള ആഗ്രഹം കൂടി ഉണ്ടായി. അങ്ങനെ അധ്യാപകനും കൂടി ആകാനായിട്ടുള്ള ശ്രമമാണ്. ഈ അവസരത്തിലാണ് തൻ്റെ പ്രിയപ്പെട്ട പിതാവ്, ഡോക്ടറായിട്ടുള്ള പിതാവ്, രോഗികളെ പരിചരിക്കുവാൻ വേണ്ടിയുള്ളൊരു യാത്രക്കിടയിൽ പെട്ടെന്ന് ആക്സിഡൻ്റായിട്ട് മരിക്കുന്നത്. അപ്പൻ്റെ മരണം ഫ്രെഡറിക്കിനെ ഒത്തിരിയേറെ വിഷമിപ്പിച്ചു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം തൻ്റെ പ്രിയപ്പെട്ട അമ്മയും പെട്ടെന്ന് മരിക്കുകയാണ്. അതും ഫ്രെഡറിക്കിനെ വളരെയേറെ വിഷമത്തിലാക്കി. മാതാപിതാക്കളുടെ മരണശേഷം തൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഏത് വിളി സ്വീകരിക്കണമെന്നുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. അപ്പോൾ തൻ്റെ ആത്മീയ പിതാക്കളോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? എനിക്ക് അച്ഛനാകാനും ഒരു ആഗ്രഹമുണ്ട്, വൈദികനാകാൻ ആഗ്രഹമുണ്ട്, എന്നെ തന്നെ സമർപ്പിക്കാനായിട്ട്. പക്ഷെ എൻ്റെ ഏതാണ് എന്നെനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആത്മീയ പിതാക്കളുമായിട്ട് തൻ്റെ കാര്യങ്ങളെല്ലാം പങ്കുവെച്ച് തനിക്ക് തന്നെ ബോധ്യം വന്നു, എൻ്റെ വിളി വിവാഹ ജീവിതത്തിലേക്കുള്ളൊരു വിളിയാണ്. അങ്ങനെ തൻ്റെ 32-ാമത്തെ വയസ്സിൽ വിനീതയും ഭക്തയുമായുള്ള ഒരു സ്ത്രീയെ, അമേലിയ ജോസഫൈൻ എന്നുള്ള ഒരു സ്ത്രീയെ ഒരു യുവതിയെ വിവാഹം കഴിക്കുകയാണ്. ലിയോൺസിലെ യൂണിവേഴ്സിറ്റിയിൽ ജോലിയുള്ള ഡയറക്ടറിൻ്റെ മകളായിരുന്നു
അമേലിയ. തൻ്റെ എല്ലാ കാര്യത്തിനും കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിന്നു അമേലിയ. തുടർന്ന് തൻ്റെ വക്കീൽ പ്രാക്ടീസിന് ഇറങ്ങുകയാണ്. സത്യത്തിനു വേണ്ടിയേ താൻ വാദിക്കൂ എന്ന് ഫ്രെഡറിക് ഓസാനാം പ്രതിജ്ഞ ചെയ്തിരുന്നു. സത്യമല്ലാത്തതൊന്നും അതിനുവേണ്ടി താൻ ഒന്നും ചെയ്യുകയില്ല. തൻ്റെ കോടതിയിലുള്ള ജോലി, തൻ്റെ വക്കീൽ ജോലി കഴിഞ്ഞ് ബാക്കി സമയം മുഴുവൻ എല്ലായിടത്തും സേവനത്തിൻ്റെ ആരംഭിച്ചു വെച്ച വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ ആ ചാരിറ്റബിൾ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. നാട്ടിൽ എവിടെ ആവശ്യമുണ്ട് അവിടെയൊക്കെ ഇറങ്ങും. ഫ്രെഡറിക് ഓസാമിന് മനസ്സിലായി, വെറുതെ എഴുതി വെച്ചതല്ല, വായിച്ചിട്ടല്ല പാവങ്ങളെ മനസ്സിലാക്കേണ്ടത്. പാവങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ഇടയിലേക്ക് ഇറങ്ങണം, അവരുടെ ജീവിതം കാണണം, അവരുടെ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലണം, അവരുടെ കണ്ണിലേക്ക് നോക്കണം, അവരുടെ വേദന കേൾക്കണം, അവരുടെ സാഹചര്യങ്ങൾ അറിയണം. വെറുതെ അവരെ സഹായിച്ചാൽ മാത്രം പോരാ, അവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കാണാനുള്ള മാർഗം കൂടി അവർക്ക് കൊടുക്കണം. തൊഴിലോ എന്താണോ അവർക്ക് വേണ്ടത് അതവർക്ക് കൊടുക്കണം. എല്ലാത്തിനും ഒരു സമഗ്ര പുരോഗതി ഉണ്ടാകണം. ഈ ഒരു ലക്ഷ്യത്തോടു കൂടെ ഫ്രെഡറിക് ഓസാനാമും തൻ്റെ സുഹൃത്തുക്കളുമെല്ലാം ഈ സംഘത്തിലുള്ളവർ പോവുകയാണ്. പല സ്ഥലങ്ങളിലും വിൻസെൻ്റ് പോൾ സൊസൈറ്റി സ്ഥാപിച്ചു, പല സ്ഥലത്തും കോൺഫറൻസായി. അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ വാഴ്ത്തപ്പെട്ട ഫ്രെഡറിക് ഓസാനാമിൻ്റെ കാലഘട്ടത്തിൽ തന്നെ 2000-ഓളം പേര് ഇതിനകത്ത് അംഗങ്ങളായിട്ടുണ്ടായിരുന്നു. ഫ്രെഡറിക് ഓസാനാം തുടർന്ന് വക്കീൽ പ്രാക്ടീസിന് പുറമെ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യാപന ജോലി യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുകയാണ്. തനിക്ക് എല്ലാ ബിരുദങ്ങളും ഉള്ളതുകൊണ്ട്, ഡോക്ടറേറ്റ് എല്ലാം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ജോലി കിട്ടി. തൻ്റെ അധ്യാപന രംഗത്ത് ഒരു നല്ല അധ്യാപകനായിരുന്നു ഫ്രെഡറിക് ഓസാനാം. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ആത്മാർത്ഥതയോടെ പഠിപ്പിക്കും. എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണും. എന്താണോ അവർക്ക് വേണ്ടത് അതനുസരിച്ച് കൊടുക്കും. അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കൊടുക്കും. അതിനിടയിൽ പല രാജ്യങ്ങളിലേക്ക് പര്യടനം നടത്തുന്നുണ്ട്. ഫ്രാൻസിൽ, മറ്റ് ജർമ്മൻ, എല്ലാ രാജ്യങ്ങളിലേക്കും പര്യടനം നടത്തുന്നുണ്ട്. ഒത്തിരിയേറെ ഭാഷകൾ ഫ്രെഡറിക് ഓസാമിന് അറിയാം. ജർമ്മൻ അറിയാം, ഹീബ്രു, ലാറ്റിൻ അങ്ങനെയുള്ള ഭാഷകളറിയാം. അതുകൊണ്ട് ധൈര്യമായിട്ട് എവിടേക്കും കടന്നു ചെല്ലാം. എല്ലായിടത്തും ചെന്നാൽ സുവിശേഷത്തിൻ്റെ സാക്ഷിയാവുക, സുവിശേഷം പ്രവർത്തിച്ച് കാണിക്കുക, പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് കാണിക്കുക, വിൻസെൻ്റ് പോൾ സംഘടന രൂപീകരിക്കുക. അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് പതുക്കെ ഇപ്പോൾ പ്രായം 40 അടുക്കുകയാണ്. ഫ്രെഡറിക് ഓസാനാം മറ്റുള്ളവർക്ക് വേണ്ടി പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ പതുക്കെ തൻ്റെ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുകയാണ്. കോളേജിൽ പഠിപ്പിക്കാനായിട്ട് ക്ലാസ്സിൽ പോകാൻ പറ്റാതെ ലീവ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളവിടെ കംപ്ലൈൻറ്റ്, ഈ സാറുമാരല്ലെങ്കിലും അതെ അവരവരുടെ കാര്യം നോക്കിയിരിക്കുക, അവർ ക്ലാസ്സിലേക്ക് അങ്ങനെ വരുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് വരുന്നു എന്ന് ഫ്രെഡറിക് ഓസാനാം കേട്ടു. ഈ കംപ്ലൈൻറ്റ് കേട്ടപ്പോൾ നടക്കാൻ പറ്റാത്ത ആൾ വേറൊരാളുടെ സഹായത്തോടു കൂടി പിടിച്ചാണ് അന്ന് ക്ലാസ്സിലേക്ക് പോയിട്ട് കുട്ടികളോട് പറയുകയാണ്, പ്രിയപ്പെട്ട മക്കളെ, അധ്യാപകർ നിങ്ങളുടെ ഭാവിക്കും നിങ്ങളുടെ നന്മയ്ക്കും വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണ്. ഞങ്ങളുടെ ആയുസ് നിങ്ങൾക്ക് വേണ്ടിയാണ്, ഞങ്ങൾ സുഖിക്കാൻ വേണ്ടിയല്ല. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളത് മനസ്സിലാക്കണം. അങ്ങനെ പറഞ്ഞ് ക്ലാസ്സൊക്കെ എടുത്തു. പിള്ളേർക്ക് സാറിനോട് ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ്. സാറിനെ കാണാത്തൊരു വിഷമം കൊണ്ട് കൂടിയാണ് അങ്ങനെ പറഞ്ഞത്. സോറി സാറേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് അവസാനത്തെ ക്ലാസ്സിലേക്കുള്ള ഒരു പോക്കായിരുന്നു. പിന്നീട് ക്ലാസ്സിൽ പോകാൻ പറ്റിയില്ല, പിന്നീട് ലീവ് എടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഫ്രെഡറിക് ഓസാമിന് തോന്നി തൻ്റെ ജീവിതം അന്ത്യത്തിലേക്ക് നീങ്ങുകയാണ്. പക്ഷെ എൻ്റെ ഭാര്യ പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ കുറച്ച് നാളും കൂടി എനിക്ക് ആയുസ്സുണ്ടായേക്കാം, അവൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു 5-6 വർഷം കൂടി മുന്നോട്ട് പോയി. ഒരു ദിവസം 1753 സെപ്റ്റംബർ 8 അന്ന് മാതാവിൻ്റെ തിരുനാളാണ്. ഫ്രെഡറിക് ഭാര്യയോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഭാര്യയെ, നീ എൻ്റെ കൂടെ എപ്പോഴും കാവലായിട്ട് ഉണ്ടല്ലോ, നീ എൻ്റെ കാവൽ ദൂതയാണ്, നീ എൻ്റെ മാലാഖയാണ്, ഇന്ന് നമുക്ക് പള്ളിയിൽ പോകാം. എൻ്റെ അവസാനത്തെ യാത്ര പള്ളിയിലേക്കാണെങ്കിൽ അത് ഈ പള്ളിയിലേക്ക് തന്നെ ആകട്ടെ, നമുക്ക് മാതാവിൻ്റെ തിരുനാളിന് പള്ളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞ് അവർ രണ്ടാളും കൂടി പള്ളിയിലേക്ക് പോയി. അന്ന് വൈകുന്നേരം ഫ്രെഡറിക്കിന് ക്ഷീണം അനുഭവപ്പെടുകയാണ്. അന്ന് തൻ്റെ ജീവനെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. അവസാനമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ആത്മാവിനോട് കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ആത്മാവിൻ്റെ ഉടയവനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക്, ഈശോയുടെ കരങ്ങളിലേക്ക് അർപ്പിക്കുകയാണ്. നമുക്കറിയുന്നത് പോലെ
ഫ്രെഡറിക് കോസാനാമാണ് വിൻസെൻ്റ് പോൾ സൊസൈറ്റിയുടെ സ്ഥാപകൻ. ഈ സംഘടനയുടെ പേര് വിൻസെൻ്റ് പോൾ എന്നാണെങ്കിലും ഇത് തുടങ്ങിയത് ഫ്രെഡറിക് കോസാനാമാണ്. അതുകൊണ്ട് 1997 ജോൺ പോൾ രണ്ടാമൻ പാപ്പ ഫ്രെഡറിക് കോസാമിനെ വാഴ്ത്തപ്പെട്ടവൻ എന്ന പദവിയിലേക്ക് ഉയർത്തുകയാണ്. വാഴ്ത്തപ്പെട്ട ഫ്രെഡറിക് കോസാനാമിൻ്റെ ജീവിതം യേശുവിന് വേണ്ടി കത്തിയെരിഞ്ഞതാണ്. തൻ്റെ ഓരോ നിമിഷവും യേശുവിന് വേണ്ടി പ്രവർത്തിച്ചു, ദരിദ്രർക്ക് വേണ്ടി. എല്ലാ അറിവും കഴിവും എല്ലാ മേഖലകളും വികസിച്ച ഈ മനുഷ്യൻ ദൈവത്തിൽ അടിസ്ഥാനമിട്ടൊരു ജീവിതം നയിച്ചു. ഇന്നത്തെ ഈ തലമുറയിലെ ഓരോരുത്തർക്കും ഫ്രെഡറിക് കോസാനാം മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ചുറ്റുമുള്ളവർക്ക് സുവിശേഷത്തിൻ്റെ സ്നേഹം പകരാൻ ലളിതമായ ജീവിതത്തിലൂടെ, ഉന്നതമായ ആധ്യാത്മികതയിലൂടെ, വലിയ മൂല്യങ്ങളിലൂടെ യേശുവിൻ്റെ സ്നേഹത്തിന് സാക്ഷികളാകാൻ നമുക്ക് കഴിയട്ടെ. ചുറ്റിലുമുള്ള എല്ലാ ഇല്ലാത്തവരെയും നമുക്ക് പരിഗണിക്കാം. ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന സുവിശേഷത്തിൻ്റെ സാക്ഷ്യം നമുക്ക് സമൂഹത്തിന് നൽകാം. വാഴ്ത്തപ്പെട്ട ഫ്രെഡറിക് കോസാനാമിൻ്റെ മധ്യസ്ഥം നമ്മളുടെ എല്ലാ നിയോഗങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എല്ലാവരുടെയും മനസ്സിനെ അറിഞ്ഞ് അവർക്ക് വേണ്ടി സമർപ്പിച്ച ഫ്രെഡറിക് കോസാനാം നമ്മുടെ എല്ലാ നിയോഗത്തിലും നമുക്ക് മധ്യസ്ഥനാകട്ടെ. ഈ വിശുദ്ധാത്മാവിൻ്റെ എല്ലാ മധ്യസ്ഥതയും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.